ഓം തസ്മൈ ശ്രീ ഗുരവേ നമഃ. എല്ലാവർക്കും നമസ്തേ. ധർമ്മ ടോക്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ആദ്യം ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങളെല്ലാവരും അമ്പലത്തിൽ പോകാറുണ്ട്, അല്ലെങ്കിൽ പള്ളിയിൽ പോകാറുണ്ട്. എന്തിനാണ് നിങ്ങൾ അമ്പലത്തിൽ പോകുന്നത് അല്ലെങ്കിൽ പള്ളിയിലൊക്കെ പോകുന്നത്? ദൈവത്തെ കാണാനാണോ? അതോ ദൈവത്തിന് സുഖമാണോ എന്ന് അന്വേഷിക്കാനാണോ? അതോ ദൈവമേ, എനിക്കും എൻ്റെ കുടുംബത്തിന് നല്ലത് വരുത്തണേ, എനിക്കും എൻ്റെ കുടുംബത്തിന് മാത്രം നല്ലത് വരുത്തണേ, എനിക്ക് അത് തരണേ, ഇത് തരണേ, കാശ് തരണേ എന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണോ? ചിലരെന്നും പോകും, ചിലർ പ്രത്യേക ദിവസങ്ങളിൽ പോകും. തിങ്കളാഴ്ച ശിവൻ കോവിൽ നല്ലത്, വ്യാഴാഴ്ച ഹനുമാൻ സ്വാമിയുടെ അമ്പലം നല്ലത്. അങ്ങനെ പരീക്ഷയുടെ തലേദിവസമാണെങ്കിൽ പേനയും പെൻസിലും എല്ലാം പൂജ, ബോക്സോടുകൂടി പൂജയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം ആത്മീയതയും ഭക്തിയും. ഇത് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഞാനും അമ്പലത്തിൽ പോയ ഒരു സമയം ഉണ്ടായിരുന്നു. അതായത് അമ്പലത്തിൽ പോയിട്ട് അവിടെ നിന്ന് പ്രാർത്ഥിക്കും, ദൈവമേ എനിക്കും എൻ്റെ കുടുംബത്തിനും നല്ലത് വരുത്തണേ, ആരോഗ്യം തരണേ, ആയുസ് തരണേ എന്നൊക്കെ പ്രാർത്ഥിക്കും. പക്ഷേ ഈ പ്രാർത്ഥന ദൈവത്തിൻ്റെ അടുത്ത് എത്തുന്നുണ്ടോ? ഇതൊന്നും നമുക്കറിയില്ല. നമ്മൾ സാധാരണ പോകും, പ്രാർത്ഥിക്കും, തിരിച്ചു വരും, അല്ലേ? പക്ഷെ നമ്മുടെ ചില സമയത്തെ നിസ്വാർത്ഥമായ പ്രാർത്ഥനകൾ ദൈവത്തിൻ്റെ അടുത്ത് എത്തപ്പെടും. എന്താണ് ഇതിനെപ്പറ്റി ഗുരുജി പറയുന്നതെന്ന് നോക്കാം. നിസ്വാർത്ഥമായിട്ടിരിക്കുമ്പോൾ നമ്മളിലേക്ക് പ്രപഞ്ചം അനുഗ്രഹിച്ച് അനുഭവിക്കുന്ന ഒരു തലമാണ് ആത്മീയത. ആത്മീയതയുള്ളവന് ഭക്തി ഉണ്ടാവണമെന്ന് ഒരു നിർബന്ധവുമില്ല. മണലിനെ ഒരിക്കലും നമ്മൾ കയ്യിൽ കൊണ്ടു നടക്കാറില്ല. കമ്പ്യൂട്ടർ പരിശീലിക്കുന്നവൻ മണൽ ഉപേക്ഷിച്ചു. ആത്മീയതയും ഭക്തിയും തമ്മിലുള്ള വ്യത്യാസം ഇത് വളരെയധികം ശ്രദ്ധിച്ചിരുന്നാൽ മാത്രം മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. ഭക്തി എന്ന് പറയുന്നത് നമ്മൾ ഫോഴ്സ്ഫുള്ളി ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സാധനമാണ്. ആത്മീയത എന്ന് പറയുന്നത് നമ്മളിലേക്ക് വന്നു ചേരുന്നതാണ്. ഇതിൻ്റെ എല്ലാറ്റിൻ്റെയും തുടക്കം ഭക്തിയിലൂടെ ആവാം. ഭക്തി മാർഗത്തിലൂടെ സഞ്ചരിച്ച് ഒരാൾ കാലക്രമേണ ആത്മീയതയിൽ എത്തിച്ചേരും. ഭക്തി മാർഗത്തിന് നമുക്ക് ധാരാളം സമത്തുക്കൾ ആവശ്യമുണ്ട്. നമുക്ക് ഒരു ക്ഷേത്രത്തിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ പൂജ വേണം, വഴിപാട് വേണം, പൈസ വേണം, സമത്തുക്കൾ വേണം, ദ്രവ്യങ്ങൾ വേണം. ആത്മീയതയ്ക്ക് ഇതൊന്നും വേണ്ട, നിസ്വാർത്ഥത മാത്രം മതി. നിസ്വാർത്ഥമായിട്ടിരിക്കുമ്പോൾ നമ്മളിലേക്ക് പ്രപഞ്ചം അനുഗ്രഹിച്ച് അനുഭവിക്കുന്ന ഒരു തലമാണ് ആത്മീയത. ഭക്തി എന്ന് പറയുന്നത് നമ്മൾ എന്തോ ഒരു സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി അന്വേഷിച്ച് നടക്കുന്നതാണ് ഭക്തി. ഭക്തിയും ആത്മീയതയും ഒന്നല്ല. ഒരു ഭക്തിയിലൂടെ യാത്ര ചെയ്യുന്നവന് ആത്മീയതയിൽ എത്തിച്ചേരാൻ പറ്റും. ആത്മീയതയുള്ളവന് ഭക്തി ഉണ്ടാവണമെന്ന് ഒരു നിർബന്ധവുമില്ല. ഇത് രണ്ടും രണ്ട് എന്ന് തന്നെ പറയുന്നതാണ് നല്ലത്. പക്ഷേ ആത്മീയതയിലേക്ക് പോകാനുള്ളതിൻ്റെ ബാല്യപാഠമാണ് ഭക്തി മാർഗം എന്ന് പറയുന്നത്. നമ്മളുടെ ഭക്തി മാർഗങ്ങളിലൂടെയാണ് ആത്മീയതയിലേക്ക് എല്ലാവരും സഞ്ചരിച്ചെത്തുന്നത്. ബാല്യജീവിതം എപ്പോഴും ഭക്തിയിലാവാനാണ് സാധ്യത. പക്ഷേ തിരിച്ചും ആകാം. പാടില്ല എന്നൊരിക്കലും അനുശാസിക്കണില്ല. ഉദാഹരണത്തിന് പറഞ്ഞാൽ, നമ്മൾ മണലിൽ എഴുതി തുടങ്ങിയിട്ടാണ് നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് ഇന്ന് എത്തിച്ചേർന്നത്. മണലിനെ ഒരിക്കലും നമ്മൾ കയ്യിൽ കൊണ്ടു നടക്കാറില്ല. കമ്പ്യൂട്ടർ പരിശീലിക്കുന്നവൻ മണൽ ഉപേക്ഷിച്ചു. അതുപോലെ തന്നെയാണ് ഭക്തിയിൽ തുടങ്ങി ആത്മീയതയിൽ എത്തിച്ചേർന്നവൻ യഥാർത്ഥ ആത്മീയതയിലുള്ളവനാണ് എന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് പിന്നീട് ഭക്തിയോട് പ്രാധാന്യമില്ല. ഭക്തിയിൽ മാത്രം ജീവിക്കുന്ന ഏതൊരുവനും ആത്മീയത ഉണ്ടാവണമെന്ന് ഒരു നിർബന്ധവുമില്ല. സ്വാർത്ഥമായ ഭക്തി ഉണ്ടാവാം, നിസ്വാർത്ഥമായ ഭക്തിയും ഉണ്ടാവാം. നിസ്വാർത്ഥ ഭക്തിയിൽ എത്തിച്ചേരുമ്പോഴാണ് ആത്മീയതയിലേക്ക് എത്തിച്ചേരുന്നത്. താങ്ക് യു ഗുരുജി. ഗുരുജിയുടെ വാക്കുകൾ നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിച്ചോട്ടെ. ഇന്നത്തെ എപ്പിസോഡിൽ എൻ്റെ ആത്മീയ വഴിയിൽ ഞാൻ യാത്ര ചെയ്തപ്പോൾ പരിചയപ്പെട്ട ഒരു സഹയാത്രികയെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ചിത്രലേഖ എന്നാണ് പേര്. നമുക്ക് ചിത്രലേഖയുടെ ഭക്തിയും ആത്മീയതയും അതിനെ പറ്റിയിട്ടുള്ള വിശേഷങ്ങൾ ചോദിക്കാം. വെൽക്കം ചിത്രലേഖ, വെൽക്കം ടു അവർ എപ്പിസോഡ്. അമ്പലവാസിയായ ചിത്രലേഖ എങ്ങനെയാണ് ആത്മീയതയിലേക്ക് എത്തിപ്പെട്ടത്? ആ കഥയൊന്ന് പറയാവോ നമ്മുടെ പ്രേക്ഷകരോട്? നമസ്തേ, എൻ്റെ പേര് ചിത്രലേഖ, സ്ഥലം ട്രിവാൻഡ്രം. ഞാനൊരു IT എംപ്ലോയിയാണ്. വിവാഹിതയും 2 കുട്ടികളുടെ അമ്മയുമാണ്. ഒരു അമ്പലവാസിയായ ഞാൻ എങ്ങനെ ആത്മീയതയിൽ എത്തപ്പെട്ടു എന്ന് ചോദിച്ചാൽ, ആത്മീയത എന്ന് പറയുന്നത് എല്ലാ വ്യക്തിയുടെ ഉള്ളിലും ഉള്ളതാണ്.
ശരിക്കും ആത്മാവിനെ തേടിയുള്ള യാത്രയല്ലേ ആത്മീയത? നമ്മളെല്ലാവരും ആ യാത്രയിലാണ്, അറിഞ്ഞോ അറിയാതെയോ. എന്നു മുതൽ നമ്മൾ അത് തിരിച്ചറിയുന്നു, അന്നു മുതൽ നമ്മൾ ആത്മീയതയിലുള്ള യാത്ര അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നു, അല്ലാതെ അറിയാതെ ചെയ്യുന്നു. അത്രയേ ഉള്ളൂ വ്യത്യാസം. എന്നു മുതലാണ് നമുക്ക് ഭക്തി വന്നത്? ഞാൻ എൻ്റെ അനുഭവം പറയാം. ജന്മന അങ്ങനെ വലിയ ഭക്തിയോ വിശ്വാസമോ ഒന്നും ഉണ്ടായിരുന്ന ഒരു കുട്ടിയായിരുന്നല്ല ഞാൻ. കുട്ടിക്കാലം എല്ലാ കുട്ടികളെയും പോലെ തന്നെ അടിച്ചു പൊളിച്ച് ജീവിക്കാനായിരുന്നു ആഗ്രഹം. അപ്പോ അമ്മ വല്ലപ്പോഴൊക്കെ നിർബന്ധിച്ച് അമ്പലത്തിൽ വിളിച്ചുകൊണ്ട് പോകുമ്പോ ഒരു എന്തൊരു ശല്യം എന്ന് വിചാരിച്ച് കൂടെ പൊക്കോണ്ടിരുന്നതാണ്. പിന്നെ അമ്പലങ്ങളിൽ ചെന്ന് നിൽക്കുമ്പോൾ നമ്മൾ ഈ ചെരുപ്പിടാതെ നടക്കണം. അതൊരു പ്രധാന ബുദ്ധിമുട്ടായിരുന്നു. ചെറുതിലെ മുതൽ വീട്ടിനകത്ത് സ്ലിപ്പറും വെളിയിൽ ചെരുപ്പും ഒക്കെ ഇട്ട് നടക്കാൻ അച്ഛൻ ശീലിപ്പിച്ച്. ഒരു രീതിയിലും കാലിൽ അഴുക്ക് പുരളാതെ, മണ്ണ് പുരളാതെ നടക്കണം. എപ്പോഴും നമ്മൾ ശുദ്ധവും വൃത്തിയായിട്ടിരിക്കണം. എല്ലാം നല്ലതാണ്. പക്ഷെ മണ്ണിനോട് ഇണങ്ങിയും ജീവിക്കണം എന്നുള്ളൊരു പാഠം മറന്നുപോയി. അപ്പോൾ അമിതമായി വൃത്തി പരിശീലിച്ചപ്പോൾ അധികം വൈകാതെ എനിക്ക് അലർജി, ശ്വാസം മുട്ടൽ ഒക്കെ വന്നു തുടങ്ങി. ഓക്കെ, ഞാൻ ഡീവിയേറ്റ് ചെയ്ത് പോകുന്നില്ല. അപ്പോൾ ചെറുതിലെ അമ്പലത്തിൽ പോകുക എന്ന് പറയുന്നത് ഭയങ്കര മടിയുള്ള ഒരു കാര്യമായിരുന്നു. പിന്നെ മണിക്കൂറുകളോളം അവിടെ ചെന്ന് ചിലപ്പോൾ ചെല്ലുമ്പോഴത്തേക്ക് ദീപാരാധന സമയമാണെങ്കിൽ ചിലപ്പോൾ അരമണിക്കൂറൊക്കെ ഒറ്റ നിൽക്കേണ്ടി വരും. അപ്പം ചെറുതിലെ മുതൽ എനിക്ക് അധിക നേരം ഒരിടത്ത് ഇങ്ങനെ അടങ്ങി നിൽക്കുന്നത് വലിയ താല്പര്യമില്ല, ബോറടിക്കും. അതേസമയം സിനിമ കാണാനോ അല്ലെങ്കിൽ പാർക്കിലോ ഒക്കെ പോകാനാണെങ്കിൽ ഒരു ബോറടിയില്ല. അങ്ങനെ ജന്മന വലിയ ഭക്തിയൊന്നും ഇല്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. എല്ലാ കുട്ടികളെയും പോലെ അടിച്ചു പൊളിച്ച് കളിച്ച് ചിരിച്ച് നടക്കാനും ലൈഫ് എൻജോയ് ചെയ്യാനും ഒക്കെ ഇഷ്ടമുള്ള ഒരു വ്യക്തിയായിരുന്നു ഞാൻ. അമ്മ നിർബന്ധിച്ചത് കൊണ്ട് മാത്രമാണ് വല്ലപ്പോഴെങ്കിലും അമ്പലങ്ങളിൽ പൊയ്ക്കൊണ്ടിരുന്നത്. പിന്നെ എപ്പോഴാണ് എന്നിൽ ഭക്തി വന്നത് എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ, ജീവിതത്തിൽ ഓരോ പ്രതിസന്ധികൾ, ഓരോ പ്രായത്തിലും അതിൻ്റെതായിട്ടുള്ള ഓരോ പ്രശ്നങ്ങൾ കാണുമല്ലോ. അപ്പോൾ നമ്മൾ എത്ര പഠിച്ചാലും മാർക്ക് കിട്ടാതെ വരിക, പിന്നെ നമ്മൾ എന്ത് നല്ല കാര്യം ചെയ്താലും നമ്മൾ ഇടുന്ന എഫേർട്ടിന്റെ റിസൾട്ട് കിട്ടാതെ വരിക. അങ്ങനെ വരുമ്പോഴാണല്ലോ മനുഷ്യൻ നമ്മളെക്കാളും അതായത് എന്നെ കൊണ്ട് കൂട്ടിയേ കൂടൂല എന്ന് വരുമ്പോഴാണല്ലോ നമ്മൾ നമ്മളെക്കാളും സുപ്പീരിയർ ആയിട്ടുള്ള ഒരാളിനെ തേടി പോകുന്നത്, അല്ലെങ്കിൽ ഒരു ശക്തിയെ തേടി പോകുന്നത്. അപ്പോൾ എന്നെ കൊണ്ട് പലപ്പോഴും കൂട്ടിയാൽ കൂടുന്നില്ല എന്ന് മനസ്സിലായപ്പോഴാണ് വൈ ദിസ് ഈസ് ഹാപ്പനിങ് ടു മീ എന്നുള്ള ഒരു തേടലിൽ നിന്നാണ് എന്നിൽ ഭക്തി ഉണ്ടായത്. അങ്ങനെ ആദ്യമൊക്കെ കാര്യം നേടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഭക്തി ഉണ്ടായിരുന്നുള്ളൂ. പ്രത്യേകിച്ച് ഇപ്പോൾ കുട്ടികൾ പരീക്ഷയുടെ രാവിലെ ഉള്ള ഒരു പ്രാർത്ഥന, പരീക്ഷയുടെ തലേന്ന് പോയി അമ്പലത്തിൽ പോയി ഗണപതിക്ക് തേങ്ങ അടിക്കുക, അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ ഭക്തി മാർഗത്തിൽ നിന്നും പിന്നെ വളർന്ന് വലിയ പൂജയും ഹോമങ്ങളും, പിന്നെ തടസ്സങ്ങൾ നീക്കാനുള്ള പൂജ, പിന്നെ ഉദ്ദിഷ്ടകാര്യ സിദ്ധി പൂജ, പിന്നെ ശനിദോഷം മാറാൻ വേണ്ടിയിട്ടുള്ള പൂജ, മൃത്യുഞ്ജയ ഹോമം, ഇനി അങ്ങനെ അത്യാവശ്യം തിരുവനന്തപുരത്തുള്ള എല്ലാ അമ്പലങ്ങളും, പിന്നെ തിരുവനന്തപുരം മാത്രമല്ല നമ്മൾ തമിഴ്നാട്, കർണാടക, അങ്ങനെ ശ്രീകാളഹസ്തി വരെ പോയിട്ടുണ്ട്. അങ്ങനെ അത്യാവശ്യം സൗത്ത് ഇന്ത്യയിലുള്ള കുറെ അമ്പലങ്ങളൊക്കെ കവർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ 10-25 കൊല്ലം നമ്മൾ ഭക്തിമാർഗത്തിൽ നടന്നപ്പോൾ ഞാൻ പറയുന്നത് എൻ്റെ ശല്യം സഹിക്കാൻ വയ്യാതെ ശ്രീകണ്ഠേശ്വരനും ശ്രീ പത്മനാഭസ്വാമിയും ആറ്റുകാലമ്മയും ഒക്കെ കൂടെ യഥാർത്ഥ ആത്മീയതയിലേക്കുള്ള വഴി തുറന്നു തന്നു. അങ്ങനെയാണ് ഞാൻ ആത്മീയതയിൽ എത്തിപ്പെട്ടത്. ഭക്തിമാർഗത്തിൽ നടന്നതുകൊണ്ട്, അല്ലെങ്കിൽ ഈ അമ്പലങ്ങളൊക്കെ തേടി നടന്നിട്ടും കിട്ടാത്തത് എന്തോ അതിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ വരാതെ വന്നപ്പോഴാണ് അതിൻ്റെയും മുകളിൽ എന്താന്നുള്ള ഒരു തേടലിലാണ് ഞാൻ ആത്മീയതയിൽ എത്തപ്പെട്ടത്. പിന്നെ എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള ഒരു സമയമുണ്ടല്ലോ ദാസ എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. താങ്ക് യു. ചിത്രലേഖയുടെ അഭിപ്രായത്തിൽ ഭക്തിയും ആത്മീയതയും ഒന്ന് വിശദീകരിക്കാമോ? ഞാൻ മനസ്സിലാക്കുന്നത് ആത്മീയതയിലേക്കുള്ള വഴിയാണ് ഭക്തി എന്ന് പറയേണ്ടി വരും. അതായത് ഒരു മനുഷ്യനെ ഒരിടത്ത് വെറുതെ ഒന്ന് അടങ്ങിയിരുന്ന് കണ്ണടച്ച് ധ്യാനിക്കാൻ പറഞ്ഞാൽ സാധാരണ മനുഷ്യർക്ക് ബുദ്ധിമുട്ടാണ്. അതായത് നമ്മുടെ ഈ മെറ്റീരിയലിസ്റ്റിക് ലൈഫിൽ നമ്മൾ എന്തിനു വേണ്ടിയുള്ള ഒരു ഓട്ടത്തിലാണല്ലോ, എല്ലാവരും ഒരു ഓട്ടപ്പാച്ചിലാണല്ലോ. ചെറുതിലെ സ്കൂളിലേക്കുള്ള ഓട്ടം, വലുതാകുമ്പോൾ കോളേജിലേക്ക്, അത് കഴിഞ്ഞ് ഓഫീസിലേക്ക്, പിന്നെ വീടും ഓഫീസും തമ്മിൽ
ഉള്ള ബാലൻസ് ചെയ്യാനുള്ള ഒരു ഞാണിന്മേൽ കളി, ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ പലവിധ സ്ട്രെസ്, ലൈഫ് സ്റ്റൈൽ ഡിസീസസ്, സ്ട്രെസ് റിലേറ്റഡ് രോഗങ്ങൾ, പിന്നെ ആശുപത്രിയിലോട്ടുള്ള ഓട്ടം, ഇതെല്ലാം കഴിഞ്ഞിട്ട് പലവിധ രോഗങ്ങളും ദുരിതങ്ങളും ഒക്കെ ആയിട്ട് ജീവിതത്തിന്റെ അവസാന ഘട്ടം നമ്മൾ എവിടെയായിരിക്കുമെന്ന് പോലും പറയാൻ കഴിയാത്ത ഒരവസ്ഥ. പിന്നെ വാർദ്ധക്യത്തിലോട്ട് പോകുമോ ഇല്ലയോ എന്ന് പോലും ഇന്നത്തെ കാലത്തൊന്നും ഉറപ്പ് പറയാനും കഴിയില്ലല്ലോ. കാരണം മരണം എന്ന് പറയുന്ന പ്രഹേളിക എപ്പോ വേണോ ആരെ വേണോ കൊണ്ടുപോകാം, ഒന്നും പറയാൻ കഴിയില്ല. അപ്പോ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ ഭക്തിമാർഗത്തിലേക്ക് തിരിയും. സാധാരണ മനുഷ്യരുടെ ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. ചിലരുണ്ട് ജന്മനാ തന്നെ അവർക്ക് ഉള്ളിന്റെ ഉള്ളിൽ ആ ഭക്തി കാണും. കൊച്ചു കുഞ്ഞായിരിക്കുമ്പം തന്നെ സ്വതസിദ്ധമായ രീതിയിൽ അവർ ആ ഭക്തിമാർഗത്തിലേക്ക് പോകും. ചിലർ വളരുമ്പോഴും അത് മെയിൻറ്റെയിൻ ചെയ്യും. ചിലർ വലുതാവുമ്പോഴത്തേക്ക് ഭക്തിമാർഗത്തിൽ നിന്ന് കൈവിട്ടു പോകാൻ സാധ്യതയുണ്ട്. ചിലർ ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോഴത്തേക്ക് ദൈവത്തിനെ കുറ്റം പറഞ്ഞ്, ഭരദേവതകളെയും കുറ്റം പറഞ്ഞ്, കാർന്നവന്മാരെയും കുറ്റം പറഞ്ഞ്, ഞാൻ ഈ നശിച്ച കുടുംബത്തിൽ ജനിച്ചത് കൊണ്ടാണ് ഇങ്ങനെ ആയിപ്പോയെന്നൊക്കെ പഴിചാരി തടിവെക്കും. പിന്നെ അവർ ദൈവത്തിൽ നിന്ന് അകന്നു പോവും. അവർ വിചാരിക്കുന്നത് നമ്മുടെ പ്രവൃത്തിയിലും നമ്മുടെ ബുദ്ധിയിലും ശക്തിയിലും കഴിവിലും ഒക്കെയാണ് കാര്യം, ദൈവമൊന്നുമില്ല എന്ന് നിരീശ്വരവാദം പറഞ്ഞു നടക്കുന്നവര്. പിന്നെ എന്തൊക്കെ പുരോഗമന സിദ്ധാന്തവും നിരീശ്വരവാദവും പറഞ്ഞാല് കാര്യം നേടാൻ വേണ്ടി രഹസ്യമായി അമ്പലത്തിൽ പോയി പൂജയും വഴിപാടുകളും നടത്തുന്നവരും എല്ലാവരും ഉള്ളതാണല്ലോ ഈ സമൂഹം. ഞാൻ മനസ്സിലാക്കിയത്, ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കിയത്, ജീവിതത്തിൽ പ്രതിസന്ധിയിലും പ്രശ്നങ്ങളും വന്നപ്പോൾ അതിൽ നിന്നൊരു ആശ്വാസം തേടി ഞാൻ ഭക്തിമാർഗത്തിലേക്ക് പോയി. പിന്നെ ഭക്തിയിൽ കൂടുതൽ കൂടുതൽ അറിയാൻ ആഗ്രഹിച്ചപ്പോൾ ജ്ഞാനം തേടിയുള്ള യാത്രയായി. അപ്പോ അറിവ് നേടിയുള്ള യാത്ര തുടങ്ങി. അപ്പൊ മനസ്സിലായി ഈ അമ്പലങ്ങളിൽ പോകുന്നത് കൊണ്ടും ഈ പൂജയും വഴിപാടും നടത്തുന്നതും എല്ലാം നല്ലതാണ്. പക്ഷെ ഞാൻ മനസ്സിലാക്കിയത് ഇതൊക്കെ LKG UKG പ്രൈമറി ക്ലാസ്സുകളുടെ എഡ്യൂക്കേഷനാണ് നമുക്ക് അമ്പലങ്ങളും ആചാരങ്ങളിൽ നിന്നും കിട്ടുന്നത്. പിന്നെ നമ്മൾ കൂടുതൽ അറിവ് തേടുമ്പോൾ മനസ്സിലായി ഈ അമ്പലങ്ങൾ എന്നൊക്കെ പറയുന്നത് നമ്മളെ ദൈവത്തിലേക്ക് ആകർഷിക്കാനുള്ള ഒരു ഘടകം, അറിവിലേക്ക് ആകർഷിക്കാനുള്ള ഒരു ഘടകമാണെന്നും നമ്മൾ കൂടുതൽ അറിവ് നേടണമെന്നും അത് നമ്മൾ തികഞ്ഞ ഏതെങ്കിലും ഒരു സാധനാ പദ്ധതിയിൽ ഉറച്ചു നിന്നാൽ മാത്രമേ നമുക്ക് പിന്നെ മേൽഗതി ഉണ്ടാകുള്ളൂ, വളർച്ച ഉണ്ടാകുള്ളൂ എന്നും മനസ്സിലാക്കി. അപ്പോ അറിവ് നേടിയുള്ള യാത്രയായി. പിന്നെ സാധന, ഏറ്റവും ഉത്തമമായ സാധന ഏതാണ്? അപ്പോൾ ഒരുപാട് തരത്തിലുള്ള സാധനാ പദ്ധതികൾ ഇന്ന് സമൂഹത്തിൽ നമുക്ക് ഇന്റർനെറ്റിലും യൂട്യൂബിലും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ആചാര്യന്മാരും ഒരുപാട് ടെക്നിക്കുകളും നമുക്ക് കിട്ടും. അങ്ങനെ പല പല ടെക്നിക്കുകൾ പരീക്ഷിച്ച് ഓരോന്നും നോക്കുമ്പോൾ അത് നമുക്ക് എല്ലാവർക്കും വർക്കാവണമെന്നില്ലല്ലോ. ചിലവരുടേത് വർക്കാവും, ചിലവരുടേത് വർക്കാവില്ല എന്ന് പറയുന്നത് പോലെ ഓരോന്നും ട്രൈ ചെയ്ത് നോക്കി നേതി ഇതല്ല എന്റേത് ഇതല്ല എന്ന് മനസ്സിലാക്കി അങ്ങനെ ഭക്തിമാർഗത്തിൽ നിന്നും സാധനാ പദ്ധതികളിലൂടെ ശരിയായ അറിവും ഒരു യഥാർത്ഥ ജ്ഞാനോദയം സിദ്ധിച്ച ബ്രഹ്മജ്ഞാനം തേടിയ ഒരു ഗുരു ഉണ്ടെങ്കിലേ ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്ന് മനസ്സിലായി. അപ്പോൾ ഇന്നത്തെ കാലത്ത് ആരെ വിശ്വസിക്കും? അതും ഒരു വലിയ ചാലഞ്ചാണ്. അപ്പൊ എന്നോട് ഒരാൾ പറഞ്ഞു, ഇന്നത്തെ കാലത്ത് മനുഷ്യന്മാരെ ഒന്നും ഗുരുവാണെന്ന് പറഞ്ഞ് നടക്കുന്നവരെ പോലും നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. അതുകൊണ്ട് നിങ്ങൾ, അത് പറഞ്ഞത് ഒരു ആസ്ട്രോളജറാണ് കേട്ടോ, ഒരു ജ്യോതിഷനാണ് പറഞ്ഞത്, മനുഷ്യന്മാരെ ഒന്നും വിശ്വസിക്കാൻ കൊള്ളില്ല. അതുകൊണ്ട് നിങ്ങള് മഹാദേവനെ തന്നെ ഗുരുവായി കണ്ടാൽ മതി. ദക്ഷിണാമൂർത്തി മഹാദേവൻ, എല്ലാ അറിവിന്റെയും ഉടമ ഭഗവാൻ നിങ്ങളെ ഗൈഡ് ചെയ്ത് തരും എന്ന് പറഞ്ഞു. അതുകൊണ്ട് ദേവി ഇത് ഒരു ഗുരുക്കന്മാരുടെയും പുറകെ പോകരുതെന്നൊരു ഉപദേശം കിട്ടി. അങ്ങനെ കുറെ കാലം നടന്നു. അങ്ങനെ കുറെ കാലം മഹാദേവനെ ഗുരുവായി കണ്ടു. കുറെ കാലം നിർമ്മാല്യം തൊഴാൻ, നിർമ്മാല്യ ദർശനത്തിനായിട്ട് ശ്രീകണ്ഠേശ്വരത്തും പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും ഒക്കെ വെളുപ്പിനെ എണീച്ച് കുളിച്ച് ഓടി നടന്നു. ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നു, ആ ഒരു ആത്മീയതയിൽ ജീവിക്കാനുള്ള ട്രെയിനിങ് ആയിരുന്നു അത്. ശരിക്കും പറഞ്ഞാൽ ജീവിതത്തിൽ വന്ന പ്രതിസന്ധികൾ പോലും എന്നെ ആത്മീയതയിലേക്ക് എത്തിക്കാനുള്ള
ചവിട്ടുപടികളായിരുന്നു. ആത്മീയതയിലേക്കുള്ള ബാലപാഠങ്ങളായിരുന്നു അതൊക്കെ. അന്ന് ഞാൻ എന്തിനു ദുഃഖിച്ചോ ആ ദുഃഖങ്ങളിൽ കൂടെയാണ് എനിക്ക് വളരാൻ കഴിഞ്ഞത്, അറിവ് നേടാൻ കഴിഞ്ഞത്, എനിക്കൊരു സാധനാ പദ്ധതിയുടെ ഭാഗമാകാൻ കഴിഞ്ഞത്, എനിക്കൊരു സദ്ഗുരുവിനെ കിട്ടിയത്. അന്ന് ആ ദുഃഖങ്ങൾ വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഒരു ഗുരുവിനെ തേടി പോയില്ലായിരുന്നു. ഞാൻ ഒരിക്കലും ദൈവത്തിനെ തേടി പോയില്ലായിരുന്നു. ദൈവത്തിനെ തേടി പോയപ്പോഴാണ് എനിക്ക് അറിവ് വേണമെന്ന് മനസ്സിലായത്. അറിവ് തേടിപ്പോയി. അറിവ് കിട്ടണമെങ്കിൽ ഒരു അമ്പലത്തിലെ വിഗ്രഹത്തിലോ അല്ലെങ്കിൽ ഞാൻ ഇവിടെ ഇരുന്ന് നമശിവായ ജപിച്ചാൽ ഭഗവാൻ വന്ന് നേരിട്ട് വന്ന് പറഞ്ഞാലും അത് കേൾക്കാനുള്ള യോഗ്യത എനിക്കില്ല. ഞാൻ ഈ 3rd ഡയമെൻഷനിലാണ് ജീവിക്കുന്നത്. ഭഗവാൻ 14th ഡയമെൻഷനിലോ അതിനപ്പുറമോ നിന്നായിരിക്കും സംസാരിക്കുന്നത്. എന്റെ പ്രാർത്ഥന ഇവിടുന്ന് 14th ഡയമെൻഷനിൽ പോയി ഭഗവാൻ കേട്ട് അതിന്റെ മറുപടി ഇവിടെ എത്തുമ്പോൾ, തിരിച്ച് ഈ 3rd ഡയമെൻഷനിൽ എത്തുമ്പോൾ എനിക്ക് ശേഷമുള്ള ഒരു 4 തലമുറ കഴിഞ്ഞു പോയിട്ടുണ്ടാകാം. അത്രയും കാലം വരുന്നത് നമുക്ക് കാത്തിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോ ഭഗവാന് മനസ്സിലായി ഇവൾക്ക് ജീവിച്ചിരിക്കുന്ന ഒരു ഗുരു വേണമെന്ന്. അങ്ങനെയാണ് ഞാൻ ആത്മീയതയിലെത്തിയത്. ഭക്തിമാർഗത്തിൽ കൂടെ നേടിയതും എല്ലാം താൽക്കാലികമായ ആശ്വാസങ്ങളാണെന്നും, അതായത് നമുക്കിപ്പോ ഒരു അസുഖം വന്നു അല്ലെങ്കിൽ ഒരു മുറിവുണ്ടായി, നമ്മുടെ ശരീരത്തിൽ ഒരു മുറിവുണ്ടായി, നമുക്ക് ആ മുറിവ് വൃത്തിയാക്കാം, അതിൽ മരുന്ന് വെക്കാം, ആ മരുന്ന് വെച്ച് അതിനെ ഡ്രസ് ചെയ്ത് കൊണ്ടുപോകാം. അത് ഒരു സാധാരണ മുറിവാണെങ്കിൽ സാധാരണ അത് പുറമേ ഉള്ളൊരു മുറിവ് മാത്രമാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നല്ല കറക്റ്റ് മരുന്നാണെങ്കിൽ അത് ഉണങ്ങിയെന്നിരിക്കും. പക്ഷെ ആ മുറിവ് ഉണങ്ങുമ്പോൾ തൊട്ടപ്പുറത്ത് വേറൊരു മുറിവ് ഉണ്ടാവുകയാണെങ്കിലോ, ഇപ്പൊ നമുക്ക് എന്തെങ്കിലും രക്തസംബന്ധമായ എന്തെങ്കിലും അസുഖമുണ്ടെന്ന് ഇരിക്കട്ടെ, അല്ലെങ്കിൽ ഇന്റേണലി നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ടോക്സിൻസ് കാരണമാണ് അങ്ങനെ ഒരു അസുഖം ഉണ്ടാവണമെങ്കിൽ ഒരു മുറിവ് ഉണങ്ങിയാലും അടുത്ത മുറിവ് താനേ ഉണ്ടാകും, അഥവാ അത് ഉണങ്ങാതെ വന്നെന്നിരിക്കും. അപ്പോ എന്താണ് റൂട്ട് കോസ്? എനിക്ക് ഈ ദുഃഖം വരാനുള്ള കാരണം എന്താണ്? എനിക്ക് തൽക്കാലം ഈ ദുഃഖം അല്ലെങ്കിൽ ഈ രോഗം ഇതിന് ശാന്തി ലഭിച്ചാൽ മാത്രം പോരാ. വൈ ദിസ് ഈസ് ഹാപ്പനിങ് ടു മീ എന്നുള്ള ചോദ്യമുള്ളവൻ മാത്രമേ ആത്മീയത തേടി പോവുകയുള്ളൂ. അല്ലാതെ എന്തെങ്കിലും ഒരു താൽക്കാലിക പ്രശ്നത്തിന് ഒരു ആശ്വാസം കിട്ടുമ്പോൾ അതിൽ സാറ്റിസ്ഫൈഡ് ആയി വീണ്ടും നമ്മൾ പഴയ പോലെ ജീവിച്ചു കഴിഞ്ഞാൽ വീണ്ടും അതിനേക്കാളും വലിയ പണി നമ്മളെ തേടിയെത്തും. നമ്മൾ എന്തിനാണ് മനുഷ്യനായി ഇവിടെ ജനിക്കുന്നത്? എല്ലാ ജീവികളെയും പോലെയും തിന്നും കുടിച്ചും ഉറങ്ങിയും ജീവിക്കാൻ മാത്രമല്ല, ചിന്താശേഷി, ആത്മീയ ഉന്നതി, ആത്മീയ വളർച്ച ഇതൊക്കെ മനുഷ്യന് മാത്രം തന്നിട്ടുള്ളതാണ്. പിന്നെ റെയർലി എക്സെപ്ഷണൽ കേസുകളുണ്ട് മറ്റ് ജീവജാലങ്ങളിൽ. അത് പ്രത്യേക ഡിവൈൻ പർപ്പസിന് വേണ്ടി വന്ന ചില ജന്മങ്ങളാണ്. പൊതുവെ മനുഷ്യന് കിട്ടിയിട്ടുള്ള ഒരു പ്രത്യേക അനുഗ്രഹമാണ് ആത്മീയത. അപ്പോ ഭക്തിമാർഗത്തിൽ കിട്ടിയതിൽ നിന്ന് ഞാൻ തൃപ്തയല്ലാതെ വന്നപ്പോൾ ഞാൻ ആത്മീയത തേടിപ്പോയി. അങ്ങനെയാണ് ആത്മീയതയിലെത്തിയത്. ആത്മീയതയിൽ വന്ന ശേഷം ജീവിതത്തിൽ ഉണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ആത്മീയതയിൽ വന്നതിന് ശേഷം എനിക്കുണ്ടായ മാറ്റങ്ങൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ശരിയാണ്, ഒരുപാട് രോഗങ്ങളും പലവിധ പ്രശ്നങ്ങളും, രോഗങ്ങൾ മാത്രമല്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് സാമ്പത്തികം, ദാമ്പത്തികം, മാനസികം, അങ്ങനെ എല്ലാ മേഖലകളിലും പ്രശ്നങ്ങൾ ബാധിച്ചു തുടങ്ങിയായിരുന്നു. അപ്പോൾ അതിൽ വന്ന മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡ്രാസ്റ്റിക് ആണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് പല വിധത്തിലുള്ള അസുഖങ്ങൾ, പരസ്പരം ചേരാത്ത അസുഖങ്ങൾ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആസ്മ, അതിപ്പം പാരമ്പര്യമായിട്ട് അച്ഛനിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്, അമ്മയിൽ നിന്ന് ആർത്രൈറ്റിസ്, പിന്നെ അസിഡിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് അത് നമ്മുടെ ആ സ്ട്രെസ്, അത് എനിക്ക് തോന്നുന്നു അച്ഛൻ്റെയിലും അമ്മയുടെയിലും ഉണ്ട്. പൊതുവെ അച്ഛനും അമ്മയ്ക്കും വേണ്ടാത്ത എല്ലാ കാര്യങ്ങളും നമുക്ക് കിട്ടുമല്ലോ, അസുഖങ്ങളുടെ രൂപത്തിലായാലും ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ആയാലും എന്ത് തന്നെയായാലും എല്ലാം നമുക്ക് കിട്ടുമല്ലോ. അപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഒരു അസുഖത്തിന് ചികിത്സിക്കുമ്പോൾ ആ മരുന്നിന്റെ സൈഡ് എഫക്റ്റ് കൊണ്ട് നമുക്ക് വേറെ പ്രശ്നം വരിക. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അപ്പം ഞാന് ഇംഗ്ലീഷ് മെഡിസിൻ ഒരുപാട് ട്രൈ ചെയ്തു. അപ്പൊ അങ്ങനെ ഒത്തിരി ഇംഗ്ലീഷ് മെഡിസിൻ കണ്ടിന്യൂസ്ലി കഴിക്കേണ്ടി വന്നപ്പോഴത്തേക്ക് അത് വയറിനെ ബാധിച്ചു, അങ്ങനെ അസിഡിറ്റി ആയി. പിന്നെ ഈ ആസ്മയും ആർത്രൈറ്റിസും എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു അസുഖത്തിന് മരുന്ന് കഴിക്കുമ്പോൾ മറ്റേ അസുഖം കൂടുക എന്നുള്ള ഒരു റിയാക്ഷൻ ഇംഗ്ലീഷ് മെഡിസിനിലുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ.
പിന്നെ കുറച്ചു കാലം ഞാൻ ആയുർവേദം നോക്കി. അപ്പം ആയുർവേദം എന്ന് പറഞ്ഞാലും അതിന്റെ പഥ്യവും അതിന്റെ ആ മരുന്നും ഒന്നും എൻ്റെ വയറിന്റെ അസിഡിക് നേച്ചറിലായിട്ടുള്ള വയറിന് താങ്ങുന്നതായിരുന്നില്ല. പിന്നെ കുറെ കാലം ഹോമിയോ നോക്കിയായിരുന്നു. അത് എനിക്ക് നല്ലതായിരുന്നു. പക്ഷെ ചില സമയത്ത് ഒരുപാട് അക്യൂട്ട് ആകുമ്പോഴത്തേക്ക് ഹോമിയോ മെഡിസിനിൽ നമുക്ക് ചിലപ്പോൾ അത് പെട്ടെന്ന് കുറയ്ക്കാൻ കഴിഞ്ഞില്ല എന്ന് വരും. അപ്പോൾ വീണ്ടും നമ്മൾ ഇംഗ്ലീഷ് മെഡിസിൻ ഹോസ്പിറ്റലൈസ്ഡ് ആവും, ഇംഗ്ലീഷ് മെഡിസിൻ കഴിക്കേണ്ടി വരും. അങ്ങനെ പിന്നെ ഈ പറഞ്ഞ പോലെ പൂജയും മന്ത്രവാദവും പിന്നെ പഞ്ചഭൂതങ്ങൾ, നമ്മുടെ ശരീരത്തിലുള്ള പഞ്ചഭൂതങ്ങളെ ബാലൻസ്ഡ് ആക്കുമ്പോഴത്തേക്കും നമുക്ക് പൊതുവെയുള്ള നമ്മുടെ അസുഖങ്ങളൊക്കെ മാറും. അപ്പൊ ഈ പൂജയും വഴിപാടുകളൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ആ ഒരു ഏരിയയിൽ കൂടെയാണ്. അത് ചെയ്യേണ്ട രീതിയിൽ ചെയ്യേണ്ട ആൾക്കാർ, ആ ക്വാളിറ്റിയുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് ക്വാളിറ്റിയുള്ള മനുഷ്യർ യഥാർത്ഥ രീതിയിൽ ആ സാധന പദ്ധതി ഫോളോ ചെയ്തു കഴിഞ്ഞാൽ അതിന് ഫലമുണ്ടെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് അതിരാത്രവും ഈ ഹോമങ്ങളും ഒക്കെ ചെയ്യുമ്പോൾ പിന്നെ പലപ്പോഴും ജലക്ഷാമമുള്ള സ്ഥലങ്ങളിൽ ഹോമം നടത്തുമ്പോൾ മഴ പെയ്തതായിട്ടും ഒക്കെ നമ്മൾ ഈ കാലഘട്ടത്തിൽ കൂടെ നമ്മൾ പലയിടത്തുനിന്നും നമ്മളതൊക്കെ അറിയുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ ആ ഡോറങ്ങ് കംപ്ലീറ്റ് ആയിട്ട് അടച്ചിട്ട് ഇതൊക്കെ അന്ധവിശ്വാസം എന്ന് പറയാം. പക്ഷെ ചെയ്യേണ്ട രീതിയിൽ ചെയ്യുന്നത് നല്ലതാണ്. അതുകൊണ്ട് ഞാൻ ഒരിക്കലും ഭക്തിയെയും ഭക്തിമാർഗത്തെയും പൂജയും സാധനാ പദ്ധതികളെയും ഒന്നും ഞാൻ അടച്ചാക്ഷേപിക്കുന്നില്ല. പക്ഷേ അത് അതിൻ്റെയും മുകളിലുള്ള ഒരു പടി കൂടെ മേലിലാണ് ആത്മീയത എന്ന് പറയുന്നത്. കാരണം ധ്യാനം എന്ന് പറയുന്നത് നമ്മുടെ കർമ്മഫലങ്ങൾ നമ്മളെ കൊണ്ട് തന്നെ എരിച്ചു കളയുന്ന ഒരു പദ്ധതിയാണ്. പ്രത്യേകിച്ച് ഞാനിപ്പോൾ കഴിഞ്ഞ ഒരു കൊല്ലം കൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ധ്യാനം എന്ന് പറയുന്നത്. സാധാരണ ഞാൻ പല സാധനാ പദ്ധതികളുടെയും യോഗയും മെഡിറ്റേഷനും പ്രാണായാമവും പലതും പരിശീലിക്കുകയും ചെയ്യുകയും വർഷങ്ങളായി ചെയ്തു നോക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്തുകൊണ്ടോ എനിക്ക് ഒന്നിലും സ്റ്റിക്ക് ഓൺ ചെയ്യാൻ കഴിഞ്ഞില്ല. കണ്ടിന്യൂസ്ലി ഒരു പ്രോസസ്സും കണ്ടിന്യൂസ്ലി ഫോളോ ചെയ്യാനും എനിക്ക് കഴിഞ്ഞിരുന്നില്ല. പിന്നെ അതിൽ നിന്ന് കിട്ടുന്ന ഫലവും താൽക്കാലികമായിരുന്നു. ഇപ്പൊ ഇതാ ഞാനിവിടെ, അതായത് ഓരോരുത്തർക്കും ഓരോന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ എനിക്ക് വർക്കൗട്ടായത് ഇതാണ്. കഴിഞ്ഞ ഒരു കൊല്ലം കൊണ്ട് എനിക്ക് ഈ പദ്ധതിയിൽ നിൽക്കാൻ പറ്റുന്നുണ്ട്. അപ്പോ അതുകൊണ്ട് എനിക്ക് ഗുണവും കിട്ടുന്നുണ്ട്, എനിക്കതിൽ നിൽക്കാനും കഴിയുന്നുണ്ട്. ഇതാണ് എൻ്റെ വഴി എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. എനിക്ക് ഉണ്ടായ ഗുണങ്ങളെ കുറിച്ച് ഞാൻ പറയാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ ഫൈബർ ഇൻടോളറൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഫൈബറുള്ള ഭക്ഷണങ്ങൾ സാലഡ്സ് ഒന്നും കഴിക്കാൻ പറ്റത്തില്ല. കഴിച്ചു കഴിഞ്ഞാൽ വയർ അപ്സെറ്റ് ആവും. അങ്ങനെ കൂടുതലും അപ്പൊ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് എന്നോട് അരി ആഹാരം കഴിക്കാനാണ്. കാരണം എനിക്ക് ഈ വീറ്റും ഫൈബറും ഒന്നും ദഹിക്കത്തില്ല. അങ്ങനെ അരി ആഹാരം കൂടുതൽ കഴിക്കുമ്പോൾ എന്താ, നമുക്ക് സ്വാഭാവികമായിട്ടും വണ്ണം കൂടും. വെയിറ്റ് കൂടിയപ്പോഴത്തേക്ക് ആർത്രൈറ്റിസും പിന്നെ ചെറുതിലെ ഉണ്ടായ കുറെ വീഴ്ചകളിൽ കൂടെ നട്ടലിനേറ്റ ക്ഷതമൊക്കെ വെച്ചിട്ട് എനിക്ക് അധികം ഭാരമുള്ള വെയിറ്റ് ലിഫ്റ്റിങ്ങോ അല്ലെങ്കിൽ ജിമ്മിൽ പോയുള്ള വർക്കൗട്ടോ അതൊന്നും ചെയ്യാൻ കഴിയില്ലായിരുന്നു. അധികം നടക്കാൻ പറ്റത്തില്ലായിരുന്നു. സയാറ്റിക് നെർവിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ വർക്കൗട്ട് ചെയ്ത് വെയിറ്റ് കുറയ്ക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമായിരുന്നില്ല. പിന്നെ ആസ്മ, അധികം ഒരുപാട് തലവേർത്ത് കഴിഞ്ഞാൽ അപ്പം ശ്വാസം മുട്ടൽ, അലർജി, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ. അപ്പം ഞാൻ പല പദ്ധതിയും നോക്കിയിട്ടും ഒന്നും വർക്കൗട്ട് ആകാതെയാണ് അവസാനം ഞാൻ സൺ മൂൺ സ്റ്റാർ മെഡിറ്റേഷൻ എന്ന് പറയുന്ന ഒരു മെഡിറ്റേഷൻ ആരംഭിച്ചത്. ശ്രീ നാരായണ ഗുരുദേവന്റെ ഉത്തമ ഭക്തനായ ശ്രീ തസ്മൈ ഗുരുജിയുടെ കീഴിലാണ് ഞങ്ങൾ ഈ മെഡിറ്റേഷൻ ചെയ്യുന്നത്. ഗുരുജി കണ്ടുപിടിച്ചിട്ടുള്ളതാണ് സൺ മൂൺ സ്റ്റാർ മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. ലോകജന നന്മയ്ക്കായി ഇത് ഗുരുജി ജനങ്ങളെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ആർക്ക് വേണോ ഇത് ചെയ്യാം, നമ്മൾ നിസ്വാർത്ഥമായിരിക്കണമെന്ന് മാത്രം. പഞ്ചശുദ്ധിയും പഞ്ചധർമ്മവും അനുസരിച്ച് ജീവിക്കാൻ താല്പര്യമുള്ള ആർക്കും സ്വന്തം ജീവിതം മാറ്റിമറിക്കാൻ കഴിയും. എനിക്ക് ചെയ്യാൻ, എന്നെപ്പോലൊരു വ്യക്തിക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ലോകത്ത് ആർക്കും ചെയ്യാൻ കഴിയും എന്നുള്ളത് 100% ഉറപ്പാണ്. വെളുപ്പിനെ എണീക്കാൻ മടി ഉണ്ടായിരുന്ന ഞാൻ വെളുപ്പിനെ എണീക്കുന്നു, പച്ചവെള്ളത്തിൽ കുളിക്കുന്നു. വെജിറ്റേറിയൻ ഫുഡ് ദഹിക്കാതിരുന്ന എനിക്ക് ഇപ്പൊ വെജിറ്റേറിയൻ ഫുഡ് കഴിച്ചെന്ന് കരുതി ഒരു പ്രശ്നവുമില്ല, അത് ദഹിക്കുന്നുണ്ട്. മുമ്പ് അസിഡിറ്റി ഉള്ളതുകൊണ്ട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു വിശക്കാനേ പാടില്ല. അതായത് നിങ്ങൾ 3 നേരം കഴിക്കുന്ന മീൽസിനെ സ്പ്ലിറ്റ് ചെയ്ത് 4 നേരമാക്കി 8 നേരമാക്കി കുറേശ്ശെ കഴിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഇടയ്ക്കിടയ്ക്ക് കഴിച്ചുകൊണ്ടിരിക്കുക. വയറിന് അസിഡിറ്റി കൺട്രോൾ ചെയ്യാൻ അതാ പറഞ്ഞിരുന്നത്. ഇപ്പൊ എനിക്ക് ഒരു പ്രശ്നവുമില്ല, ഒരു അസിഡിറ്റിയും ഇല്ല. വെളുപ്പിനെ 3:30 എഴുന്നേറ്റ് 4:30 മെഡിറ്റേഷന്റെ സൂം ക്ലാസ്സിന് കയറിയിട്ട്
ഒരു 6 മണി കഴിയുമ്പോൾ അത് കഴിയും. അവിടെ സത്സംഗാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ സമൂഹത്തിൽ എങ്ങനെ ജീവിക്കണം എന്നുള്ള ഒരു ട്രെയിനിങ് ആണ് ഗുരുജി ഞങ്ങൾക്ക് തരുന്നത്. ശരിക്കും പറഞ്ഞാൽ ആ സത്സംഗ് തന്നെയാണ് നമ്മളെ ഈ മെറ്റീരിയൽ ലൈഫിൽ എങ്ങനെ അധർമ്മത്തിൽ പെടാതെ ജീവിക്കണം എന്നുള്ളൊരു റിയൽ ലൈഫ് ട്രെയിനിങ് ആണ് അതിൽ കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഓരോരുത്തരുടെ അനുഭവങ്ങളിൽ കൂടെ നമ്മൾ തന്നെ സ്വയം ഒരു മിസ്റ്റേക്ക് ചെയ്ത് പഠിക്കണം എന്നില്ല. നമ്മളൊരു എക്സ്റ്റെൻഡഡ് ഫാമിലിയാണ്, ഇത്രയും മെമ്പേഴ്സ് ഉണ്ട്. അപ്പൊ അതിൽ ആർക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അതിൽ നിന്ന് നമുക്ക് ലെസൺസ് പഠിക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ ആ ധർമ്മത്തിൽ ജീവിക്കാൻ കഴിയും. പിന്നെ അതായത് ഈ 3:30 എഴുന്നേൽക്കുന്ന ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ മിക്കവാറും രാവിലെ ഒരു ചായ കുടിച്ചിട്ടായിരിക്കും നമ്മൾ ക്ലാസ്സിന് കയറുന്നത്. പിന്നെ സൂര്യൻ ഉദിക്കുമ്പോൾ സൺ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു 8:30-9:30 മണിക്കൊക്കെ ആയിരിക്കും ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. തലേന്ന് വൈകുന്നേരം 6 മണിക്ക് ശേഷം, സൂര്യൻ അസ്തമിച്ചതിന് ശേഷം ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ല. പണ്ടാണെങ്കിൽ ഇത്രയും സമയം, ഇത്രയും ലോങ് ഫാസ്റ്റിംഗ് എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമായിരുന്നില്ല. ഇപ്പൊ സുഖമായിട്ട് എനിക്ക് അത് ചെയ്യാൻ കഴിയുന്നുണ്ട്. പിന്നെ എത്ര നേരം നിൽക്കാം, നടക്കാം. പണ്ടത്തേനേക്കാളും എൻ്റെ നടുവേന, എൻ്റെ ആർത്രൈറ്റിസ് എല്ലാം മാറിയിട്ട് എനിക്ക് ഹെൽത്തി ആയിട്ട് വീട്ടിലെ ജോലി, ഓഫീസിലെ ജോലി സ്മാർട്ടായിട്ട് ചെയ്യാൻ കഴിയുന്നുണ്ട്. എൻ്റെ സ്റ്റാമിന കൂടിയത് ഞാൻ തിരിച്ചറിയുന്നു. എനിക്കിപ്പോൾ ഇൻഹേലർ വേണ്ട, നേസൽ സ്പ്രേ വേണ്ട. മഴ നനഞ്ഞാലും വെയിൽ കൊണ്ടാലും ഒക്കെ, കൂടിപ്പോയാൽ ഇടയ്ക്കെങ്ങാനും വല്ലപ്പോഴും ഒരിക്കൽ തലവേദന, അത് തന്നെ എനിക്കറിയാം. ഞാൻ അതിൽ എന്തോ എൻ്റെ സാധനയിൽ എന്തോ ഒരു മിസ്റ്റേക്ക് വന്നിട്ടാണ് എനിക്ക് ആ തലവേദന വന്നതെന്ന് ഞാൻ തന്നെ തിരിച്ചറിയാറുണ്ട്. അങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു സ്വപ്നമായിരുന്നു അസുഖങ്ങളില്ലാതെ, മരുന്നുകളില്ലാതെ, മഴയും വെയിലിനെയും പേടിക്കാതെ, കാലാവസ്ഥാ വ്യതിയാനങ്ങളിലൊക്കെ പേടിക്കാതെ ജീവിക്കുക എന്ന് പറയുന്നത്. ഇപ്പോഴാണ് ശരിക്കും ഒരു ഹെൽത്തി ലൈഫ് എന്താന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞത്. വളരെ സന്തോഷം. നമ്മൾ എത്ര കോടി കൊടുത്താലും കിട്ടുന്ന ഒരു അനുഗ്രഹം, കിട്ടാത്ത ഒരു അനുഗ്രഹമാണിത്. അത് അനുഭവിച്ച് തന്നെ അറിയണം. പിന്നെ ഈ പറയും പോലെ ആ ദുഃഖവും ദുരിതവും അനുഭവിക്കുന്നവൻ സ്വയം വിചാരിക്കണം, എനിക്ക് നന്നാവണം, എനിക്ക് എന്നും ഇങ്ങനെ ജീവിച്ചാൽ പോരാ എന്ന്, എനിക്ക് മാറണമെന്നും, എനിക്ക് ഹെൽത്തി ലൈഫ് വേണമെന്നും. അത് ശരീരത്തിന്റെ ഹെൽത്ത് മാത്രമല്ല, മാനസികമായിട്ടുള്ള ഹെൽത്ത്. അതായത് ഇവിടെ മാറുന്നത് നമ്മൾ മാത്രമാണ്. നമ്മൾ ചുറ്റിനുമുള്ള സമൂഹവും സാഹചര്യവും ഒന്നും മാറുന്നില്ല. അപ്പൊ ഏത് പ്രതിസന്ധിയിലും എങ്ങനെ കൂളായി ജീവിക്കാം, ഏത് പ്രതിസന്ധിയും എങ്ങനെ ധൈര്യത്തോടെ, സമാധാനത്തോടെ, തൻ്റെ ഇടത്തോടെ നേരിടാം. അനാവശ്യമായ പ്രതികരണങ്ങൾ കുറയുന്നു. നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ നമുക്കൊരു സമാധാനമാണ്. പിന്നെ ഒരു ദിവസം ഒരു 4-5 മണിക്കൂറായിരിക്കും നമുക്ക് ഉറങ്ങാൻ കിട്ടുന്നത്. പണ്ട് എനിക്ക് 8 മണിക്കൂർ ഉറങ്ങിയാലും ഉറക്കം തീരാതിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. ഇപ്പോ മാക്സിമം 5.5 മണിക്കൂർ, അതിനപ്പുറം ഇല്ലേ ഇല്ല. പക്ഷെ ക്ഷീണമില്ല. പകൽ മുഴുവൻ കോട്ടുകായും വിട്ട് ക്ഷീണം ഉറക്കം തൂങ്ങി നടന്നിരുന്ന ഞാനാണ്. ഇപ്പൊ എനിക്ക് ആ ക്ഷീണമില്ല. അല്പസമയം ഉറങ്ങിയ അല്പ ഉറക്കം 5.5 മണിക്കൂർ മതി. ഭക്ഷണവും അതെ, പണ്ടത്തെ പോലെ ഒരു കല്യാണത്തിനൊക്കെ പോയി അങ്ങനെ സദ്യ ഒന്നും വെട്ടി വിഴുങ്ങാൻ പറ്റില്ല. കുറച്ച് കഴിക്കുമ്പോൾ തന്നെ മതിയാവും. നമ്മുടെ ഫുഡിന്റെ ഇൻടേക്ക് കുറയുന്നു. കാരണം രാവിലെ സൺ മെഡിറ്റേഷനിൽ നമ്മൾ സൂര്യനിൽ നിന്നും ആവശ്യത്തിൽ എനർജി സ്വീകരിക്കുന്നുണ്ട്. അപ്പോൾ ഒരല്പ ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള ഭക്ഷണം ശരീരം സൂര്യനിൽ നിന്ന് സ്വീകരിച്ചു കഴിഞ്ഞു, എനർജി കിട്ടിക്കഴിഞ്ഞു. പിന്നെ നമ്മൾ കഴിക്കുന്ന ഫുഡിന്റെ അളവ് കുറയുന്നു. വെള്ളവും ഒരുപാട് കുടിക്കേണ്ട ആവശ്യമില്ല, ആവശ്യത്തിന് കുടിച്ചാൽ മതി. ഉറക്കം, എല്ലാം മിതമായി ജീവിക്കാൻ കഴിയുക, അതൊരു വലിയ ഭാഗ്യമാണ്. ഇത് അനുഭവിച്ച് തന്നെ അറിയേണ്ടതാണ്. ഭാഗ്യമുള്ളവർ മാത്രമേ ഇതിനെക്കുറിച്ച് അറിയുള്ളൂ. അറിഞ്ഞാലും ഒരു നിയോഗമുള്ളവർക്ക് മാത്രമേ ഇതിലെത്തിപ്പെടാനും കഴിയുകയുള്ളൂ. ഇതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കഴിയുന്നിടത്തോളം ആൾക്കാർക്ക് നന്നാവണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഇതിലോട്ട് എത്തിപ്പെടാൻ കഴിയട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം. തസ്മൈ ശ്രീ ഗുരുവേ നമഃ. Thank you, Chitralekha, for sharing your experience with us. Thanks a lot. നിങ്ങളുടെ ഉള്ളിലെ എല്ലാ ചോദ്യങ്ങളും സംശയങ്ങളും സൂം മീറ്റിങ്ങിലൂടെ തസ്മൈ ഗുരുജിയോട് നേരിട്ട് ചോദിക്കുവാനുള്ള അവസരം ഇപ്പോൾ നിങ്ങൾക്കുണ്ട്. ഇന്ത്യൻ സമയം ഞായറാഴ്ച 10 മണിക്കാണ് മീറ്റിംഗ്. എല്ലാവരും അടുത്ത സൺഡേ മീറ്റിങ്ങിൽ നിങ്ങളുടെ ചോദ്യങ്ങൾ ചോദിക്കണം കേട്ടോ. എല്ലാവരും ഈ അവസരം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ജോയിൻ ചെയ്യേണ്ട മീറ്റിംഗ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. അടുത്ത ഒരു പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം.